അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ദീപ്തിയിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മുകുന്ദന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. എന്ത് ചെയ്യണം, എങ്ങനെ അവനെ ഞാൻ രക്ഷിക്കുന്നുള്ളത് അറിയില്ല. ഒന്നാമത്തെ അച്ചു പോയി അവനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതുമുണ്ട്. അച്ചുവിൻ്റെ സ്വഭാവത്തിന് ആകെ മൊത്തം ഒരു മാറ്റമുണ്ട് എന്നുള്ളതും അർച്ചനയ്ക്ക് അറിയും. അങ്ങനെ അർച്ചന അവിടെ നിന്നും ഓഫീസിൽ നിന്നും എന്തായാലും ശരി ഞാൻ ദീപ്തി വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് തന്നെ വിജയ് ശങ്കർ ഒപ്പം വരികയാണ് കേട്ടോ. അതിനുശേഷം അറിഞ്ഞില്ലേ നിൻ്റെ അനിയൻ്റെ ജാമ്യാപേക്ഷ എന്നത്തോടെ കാലാവധി കഴിഞ്ഞല്ലോ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ വെല്ലുവിളിക്കുകയാണ് അർച്ചനെ, നിനക്ക് പറ്റുമെങ്കിൽ നീ നിൻ്റെ അനിയനെ രക്ഷിക്കുക, നിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടും എന്ത് കാര്യം നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ ആക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയ് ശങ്കർ അർച്ചനയെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അർച്ചനയ്ക്ക് പക്ഷേ ഉത്തരം ഒന്നും പറയാൻ പറ്റണില്ല. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് അർച്ചനയ്ക്ക് കേട്ടോ. അതേസമയം രമ്യ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകുന്ദൻ എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് എല്ലാവരും പറയുകയാണ്. രുക്കു മഞ്ജു ആകെ ആഹ്ലാദത്തിലാണ്. അവരാണെങ്കിൽ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. രുക്കു കാര്യങ്ങളൊക്കെ ചന്ദ്രയോട് അപ്പം തന്നെ വിളിച്ച് പറയുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ടാണ് ചിന്നു കോളേജിൽ നിന്നും വരിക. ചിന്നു അതേസമയം അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. കുഞ്ഞമ്മാവ, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞമ്മാവൻ കാര്യമായിട്ട് പറയണം. ഇങ്ങനെ ഇവിടെ എല്ലാവരും പറയണം കുഞ്ഞമ്മാവൻ മൂന്തമാമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിനോട് അച്ഛന് എന്ത് പറയണം എന്നറിയില്ല. കാരണം അച്ഛന് ആകെ ഒരു സോഫ്റ്റ് കോർണറുള്ളത് ചിന്നുവിനോട്. ചിന്നുവിൻ്റെ മുമ്പിൽ എന്ത് പറയണം? അത് എന്താ മോളെ ഞാൻ പറയുക, എൻ്റെ ജോലിയല്ലേ, ഞാനത് ചെയ്യണ്ടേ എന്നിങ്ങനെ പറയണം കേട്ടോ. അറസ്റ്റ് ചെയ്യുമെന്നും പറയില്ല, ചെയ്യില്ല എന്നും പറയില്ല. എൻ്റെ ജോലി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് അച്ചു ചിന്നുവിനോട് തർപ്പിച്ച് പറയണം കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.